നമ്മുടെ പുരോഗതിക്കും അധോഗതിക്കും കാരണം ബാക്കിയുള്ളവരല്ല, അതൊരു ഈശ്വരനുമല്ല, നമ്മുടെ തന്നെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് നമുക്ക് വേണ്ടതെന്താ? സ്വാശ്രയശീലം, സ്വാഭിമാനം, പിന്നെ ആത്മവിശ്വാസം. നമ്മുടെ കഴിവിനെ പറ്റി നമുക്കുള്ള ഒരു വിശ്വാസം, ആ കഴിവിനെ അറിയുക, ആ കഴിവിൽ വിശ്വസിക്കുക, അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ ആത്മവിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യണത്. ആ ആത്മവിശ്വാസം അതാണ് നമ്മുടെ എല്ലാ പുരോഗതിക്കും കാരണമായിട്ട് വരിക. നമസ്കാരം. അഭിജ്ഞാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഭഗവത്ഗീത ഒരു ആത്മീയ ഗ്രന്ഥമാണെന്നതിനുപരി നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ആവശ്യമായ പലതരം ആശയങ്ങളും നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊരു തത്വമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭഗവത്ഗീതയുടെ 6-ാം അധ്യായത്തിലെ 5, 6, 7 ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമുക്ക് പറഞ്ഞു തരിക. അതിൽ 5-ാമത്തെ ശ്ലോകം തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേൽ ആത്മേയ ആത്മനബന്ധു ആത്മേയ രുഭിരാത്മന. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് പറയുന്നത്. അതായത് നമ്മുടെ പുരോഗതിക്ക് നാം തന്നെയാണ് കാരണക്കാരൻ, നമ്മളാണ് അതിനു വേണ്ടി ശ്രമിക്കേണ്ടത്. ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയിൽ. നമ്മുടെ കഴിവുകളെ പറ്റിയോ നമ്മളെ പറ്റിയോ നമുക്കൊരിക്കലും ഒരു അപകർഷതാബോധം ഉണ്ടാവരുത്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവരുത്, നമ്മൾ താഴ്ത്തരുത്. നമ്മളെപ്പോഴും നമ്മളെപ്പറ്റി നല്ലൊരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ തന്നെ കർമ്മം ചെയ്ത് അങ്ങനെയാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഇത് മറ്റൊരാളുടെ സഹായം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടോ അല്ല. അപ്പോൾ ഉദ്ധരേത് ആത്മനാത്മാനം, അതായത് നമ്മുടെ പുരോഗതിക്ക് നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാരൻ. ആത്മാനം അവസാദയിൽ, അതായത് നമ്മളെ സ്വയം നമ്മൾ ഒരിക്കലും പഴിചാരരുത്. പിന്നെന്താ പറയണത്? ആത്മേയ ആത്മന ബന്ധു ആത്മേയ രുഭിരാത്മ. നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധു, നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബന്ധുവാകുന്നത്? നമ്മുടെ ബന്ധുവാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണോ അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിക്ക് നമ്മൾ കാരണക്കാരാകുമ്പോഴാണോ നമ്മൾ നമ്മുടെ ബന്ധുവാകുന്നത്? നമ്മുടെ പുരോഗതിക്കും നമ്മുടെ ജീവിത വിജയത്തിനും വിഘാതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടേത് തന്നെ ശത്രുവായി തീരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെയാണ് പഴി പറയുക. ഉദാഹരണത്തിന് ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് എഴുതി, പരീക്ഷയ്ക്ക് വേണ്ടത്ര മാർക്ക് കിട്ടിയില്ല. എന്താ പറയുക? ഒന്നിലോ അധ്യാപകന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അങ്ങേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാർക്ക് വന്നില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ചോദ്യങ്ങൾ വന്നില്ല. അത് മൂന്നാമതല്ലെങ്കിൽ പിന്നെ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റമാകെ തകരാറാവും, അല്ലെങ്കിൽ സർക്കാരിന് ഇതാവും. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം വരുന്നത് എന്താ? ഈശ്വരന് നമുക്ക് തരണമെന്നില്ല, അതാണ്. അപ്പോഴും നമ്മളല്ല അതിന് കാരണക്കാരൻ. അതായത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഫലവും എന്നുള്ളത്, അതേ കർമ്മഫലം കിട്ടുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണെന്നുള്ള ആ വിചാരം ഒരിക്കലും ആൾക്കാർക്ക് വരുന്നില്ല. ഇതുപോലെ തന്നെ ജീവിതത്തിലും എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പോൾ ഉടനെ അത് ന്യായീകരിക്കാനും അതിന് മറ്റൊരാളെ പഴി പറയാനുമാണ് തോന്നുന്നത്. അത് കുടുംബത്തിലുള്ള ആൾക്കാരെയാവും, സമുദായത്തിലുള്ള ആൾക്കാരെയാവും, മറ്റേ സർക്കാരിലെ ആൾക്കാരെയാവും, അങ്ങനെ. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ അതല്ല, നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മൾ തന്നെ ചുമതലാബോധം ഉണ്ടാവണം, നമുക്ക് തന്നെ ചുമതലാബോധം ഉണ്ടാവണം. കാരണം നമ്മുടെ പുരോഗതിയും അധോഗതിയും നമ്മുടെ കർമ്മങ്ങളനുസരിച്ചാണ്. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് എന്താ? സ്വാശ്രയശീലം, സ്വാഭിമാനം, പിന്നെ ആത്മവിശ്വാസം.
ഈ 3 സംഗതിയും പിന്നെ കഠിനാധ്വാനം, ഇങ്ങനെ ഒരു 4 സംഗതിയാണ് സാധാരണഗതിയിൽ ഒരു ഒരാളെ ജീവിതത്തിൽ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഈ സ്വാശ്രയശീലം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കുട്ടികളെ വളർത്തുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവരെ സ്വാശ്രയശീലം പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ കൊണ്ടൊന്നും ചെയ്യിക്കാതെ അങ്ങനെയാണ് അവർ വളർത്തുന്നത്. ഫലം എന്താ? അവർ വളർന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഒരു ജോലിയൊക്കെ ആയി ഒക്കെ കേമായിട്ടൊക്കെ നടക്കുന്നു. അതിനിടയിൽ അവർക്ക് എന്തെങ്കിലും ഒരു സംഭവം, ഒരു ചെറുതായ ഒരു പരാജയം വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു വീഴ്ച വന്നാൽ മതി, ഉടനെ അവരങ്ങ് തളർന്ന് വീണു പോകും. അവർക്കത് ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടാവില്ല. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല പതിവ്. കുട്ടികളെ ശിക്ഷിച്ച് വളർത്തിയിരുന്നു. ഇന്ന് കുട്ടികളോട് ദേഷ്യപ്പെട്ട് പറയാൻ പോലും പാടില്ല. അവർ എന്ത് കാണിച്ചാലും ടീച്ചർമാർക്ക് അവരെ ശാസിക്കാൻ പാടില്ല, അവരോടൊന്നും പറയാൻ പാടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറയണു? ഈ കുട്ടികൾക്ക് ആ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള സംഗതിനെ പറ്റിയിട്ട് വലിയ വിവരമൊന്നും ഇല്ലാതെയാണ് വളരുന്നത്. അപ്പം അവർക്ക് സംഗതികൾ ശരിയായിട്ട് നടക്കും തോറും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒന്ന് തകരാറായാൽ അവരുടെ ജീവിതം ആകെ പാളിപ്പോവും. ഇതാണ് നമ്മൾ കാണുന്നതെന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു തത്വം അവരിൽ അടിച്ചേൽപ്പിക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പഠിക്കേണ്ട കാര്യത്തിൽ മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഫലം നിങ്ങൾ വലുതാകുമ്പോൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ ചുമതലകൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ചുമതലകൾ ചെയ്യാതെ വരും. നിങ്ങളെ തന്നെ അച്ഛനമ്മമാർ അവസാനം ബുദ്ധിമുട്ടേണ്ടി വരും. ഇങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ നമ്മുടെ പുരോഗതിക്കും അധോഗതിക്കും കാരണം ബാക്കിയുള്ളവരല്ല, അതൊരു ഈശ്വരനുമല്ല, നമ്മുടെ തന്നെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് നമുക്ക് വേണ്ടതെന്താ? നമ്മുടെ കഴിവിനെ പറ്റി നമുക്കുള്ള ഒരു വിശ്വാസം, ആ കഴിവിനെ അറിയുക, ആ കഴിവിൽ വിശ്വസിക്കുക. അതാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ ആത്മവിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യണത്. ആ ഇത് മുമ്പ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പുരോഗതിക്കോ അല്ലെങ്കിൽ അധോഗതിക്കോ കാരണമായിട്ടുള്ള 3 തരം ശക്തികളാണ്. ഒന്ന് പറയുക കായബലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള ശക്തി. രണ്ടാമത്തെ എന്താ വെച്ചാൽ മനോബലം, മനസ്സിൻ്റെ ശക്തി. ബുദ്ധിബലം, ഇൻ്റലക്ച്വൽ പവർ. അത് കഴിഞ്ഞ് പിന്നെ 4മത് ഒന്നുകൂടിയുണ്ട്, ആത്മീയ ശക്തി, അതായത് ആത്മബലം. ഈ ആത്മബലം അങ്ങനെ എല്ലാവർക്കും ഉള്ളതല്ല. പക്ഷേ കായബലം വളരെ ഈസിയാണ്, വളരെ നമുക്ക് പണിയെടുത്താൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. കാരണം നല്ല ഭക്ഷണം, വ്യായാമം, ഇതൊക്കെ കൊണ്ട് കായബലം ഉണ്ടാക്കാം. മനോബലം അതിനും അനുഷ്ഠാനങ്ങൾ വേണം. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴേ നമുക്ക് ഈ ആത്മവിശ്വാസവും നമ്മുടെ കഴിവിനെ പറ്റിയിട്ടുള്ള അറിവും അതിൽ ഊന്നി നിൽക്കാനും ഇതൊക്കെ സാധിക്കും. അപ്പോൾ ആത്മവിശ്വാസത്തിൻ്റെത്. പിന്നെ ബുദ്ധിബലം എന്ന് പറയുമ്പോൾ അതുണ്ടാവണമെങ്കിൽ നമ്മൾക്ക് ജ്ഞാനം ഉണ്ടാവണം. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി അറിവുണ്ടാവണം. അപ്പോൾ വിദ്യാഭ്യാസം വേണം, ആചാര്യന്മാരുടെ നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കണം, പഠിക്കണം. ഇതൊക്കെ ആയാലേ നമുക്കതുണ്ടാക്കും. ഇതൊക്കെ കഴിഞ്ഞാലും നമ്മുടെ ആ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് ആത്മബലം കൂടി വേണം, ആത്മശക്തി. നമ്മൾ ആത്മാവിനെ പറ്റി അറിയണം. അതായത് നമ്മൾ ഈ ശരീരമല്ല, ആത്മാവാണ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ആത്മാവ് ഓംനി പൊട്ടൻ്റ് എന്നാണ് പറയുക, അതായത് സർവശക്തനാണ്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ആത്മാവാണ് എന്നുള്ള ആ ഒരു തത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ മനുഷ്യനും അനന്തമായിട്ടുള്ള സാധ്യതകളുടെ ഉറവിടമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ആ ആത്മശക്തി അല്ലെങ്കിൽ ആത്മബോധം അല്ലെങ്കിൽ ആ ആത്മവിശ്വാസം, അതാണ് നമ്മുടെ എല്ലാ പുരോഗതിക്കും കാരണമായിട്ട് വരിക. അതായത് നമ്മൾ മറ്റൊരു തലതലിക്കാണ്ട് ഉയരും.
ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ശത്രുവാവും, നമ്മൾ തന്നെ നമ്മുടെ അധോഗതിക്ക് കാരണമാവും, നമ്മൾ തന്നെ നമ്മളെ നശിപ്പിക്കും. ഇത് ഓരോ കാര്യത്തിലും നമുക്ക് മനസ്സിലാകും. അതായത് മനസ്സിൻ്റെ നിയന്ത്രണം, ആ മനസ്സ്, ആ നിയന്ത്രിതമായിട്ടുള്ള മനസ്സുകൊണ്ട് നമ്മളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇന്ദ്രിയങ്ങളെ നിയമിക്കുമ്പോഴാണ് നമ്മളെ ആഗ്രഹങ്ങൾക്ക് നമുക്ക് നിയന്ത്രണങ്ങൾ വേണ്ടത്. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അവിടെയാണ് ഈ ബുദ്ധി ശക്തിയുടെ ഇത് വരുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ ശരിയായ രീതിയിൽ വിടുമ്പോഴാണ് നമുക്ക് പുരോഗതി ഉണ്ടാകുന്നത്. ഇത് അങ്ങനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അതിൻ്റെ പാട്ടിന് വിട്ട് അതിനെ എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ മേയാൻ അനുവദിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്നത് അധോഗതിയാണ്. അതാണ് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മളെ ഉയർത്തുന്നതും നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മളെ താഴ്ത്തുന്നതും. അപ്പോൾ മനോനിയന്ത്രണം അതാണ് പ്രധാനമായിട്ടും നമ്മുടെ പുരോഗതിക്ക് കാരണമായിട്ടുള്ള ഒരു ഘടകം.